ഇന്ന് February 2nd, 2020 ഒരു വെരി സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സ്പെഷ്യൽ ഡേറ്റുള്ള ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ ഒരു സ്പെഷ്യൽ ആളെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്നുള്ള കാര്യം. സോ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലുള്ളൊരു ഓഫീസിലാണ്. ഈ ഓഫീസ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഓഫീസാണ്. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഒരു സിവിൽ എഞ്ചിനീയറുടെ ഹെഡ് പൊസിഷനിലിരിക്കുന്ന രാജസ്ഥാനിൽ നിന്നുമുള്ള ഒരു സിവിൽ എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ CSR ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ എൻറ്റയർ പ്ലേസ് ഗ്രീൻ ആക്കിയിരിക്കുകയാണ്. ഇതിലെ ചില ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ദുബായ് ആണ്, UAE ആണ്, മിഡിൽ ഈസ്റ്റ് ആണെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. കാരണം നിങ്ങളെ ഞെട്ടിപ്പിക്കാൻ പോകുന്ന ചില ചെടികളും പ്ലാന്റ്സിനെ കുറിച്ചും ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് ഞാൻ നിങ്ങളെ ഇയാളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് Mr. R.K. Bishnoi. Hello sir. Hello, how are you? Good, thank you. അപ്പം അദ്ദേഹം ഒരു 55-year-old ആയിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഹീസ് ഫ്രം രാജസ്ഥാൻ. വളരെ പോപ്പുലർ ആയിട്ടുള്ള പേരെടുത്ത ഒരു കമ്മ്യൂണിറ്റി, ബിഷ്ണോയ് കമ്മ്യൂണിറ്റിയുടെ ജനറേഷൻസ് ആണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 1700s ഇതുപോലെ തന്നെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ രാജാവ് ട്രീസ് ഡീഫോറസ്റ്റേഷൻ, അദ്ദേഹത്തിന് ഒരു പാലസ് പണിയാനായിട്ട് ഡീഫോറസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ആൻസസ്റ്റേഴ്സ് കുറേ പേര് ആ മരം വെട്ടിക്കളയുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ പേര് മരണപ്പെട്ടു. അത്രയും ചെടികൾ സ്നേഹിക്കുന്ന ഒരു ജനറേഷൻ, ഒരു ഫാമിലിയിൽ നിന്നുമാണ് അദ്ദേഹം വരുന്നത്. ബട്ട് ഹിയർ ഹി ഈസ് ഗിവിങ് ഔട്ട് ഫ്രീ പ്ലാന്റ്സ് ആൻഡ് എ ലോട്ട് ഓഫ് അഡ്വൈസ്. ഗാർഡനിങ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് എന്ന് വിചാരിക്കുന്ന കുറേ പേര് അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു വലിയ സൊല്യൂഷനാണ് മിസ്റ്റർ R.K. Bishnoi. So just a little bit about you sir. I just gave introduction and we being Malayalis, being from Kerala. Okay, welcome. Welcome. I'll give you the cotton and give to this Thai basil. Oh, thank you so much. It smell very nice. അതായത് ബേസിൽ ആൻഡ് കോട്ടൺ, ഇത് UAE ആണെന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. So as I was saying, we being from Kerala, agriculture, planting is something we so love. And I've come to the right person. And നിങ്ങളെ ഞാൻ റൈറ്റ് പേഴ്സൻ്റെ അടുത്താണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സൈറ്റിൽ എൻറ്റയർ പ്ലാന്റ്സ് ഉണ്ട്. So sir is going to be showing us what he has done here, the amount of plants, ഇവിടെ വളർത്തിയിട്ടുള്ള ചെടികളും എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. So let's just go to sir, if you can just show what all have you I counted once actually and I found 90 plants. 90 plants. Some of the plants I don't know names, so maybe it may reach 100 also, but 90 up to 90 I counted. Okay. You can check any plant like this. Agati is edible vegetable plant actually. Yeah, You can make vegetable of the pots or vegetable of the flowers and vegetable of the they are the drumstick you already seen actually. Okay. And different plants like this is Washingtonia, this is Ziziphus, Zuzubi, berry yes, berry berry plant. And this I brought from Goa, but I don't know name now, I forget name. Yeah, now when you said about Goa, let me just say one interesting thing about you. സാധാരണ നമ്മൾ when we go on for vacations, നമ്മൾ അവിടുത്തെ souvenirs, അവിടുത്തെ സാധനങ്ങൾ, we bring a lot of gifts. But അദ്ദേഹം ഒരു വെക്കേഷൻ US പോയോ, യൂറോപ്പിൽ പോയോ, ഗോവയിൽ പോയോ, wherever in the world he goes, he comes back with seeds. That is his hobby. Yeah, actually I try to collect from different countries actually, and some of them survive, some of them don't survive, but I keep trying. Okay. Like this is Lasuda, this is Lasuda, and that is ficus, this is jizar tree, that is semal, cotton, and this is desert tree. Whatever These you have recently planted, right? All of these. Yeah, I plant in the smaller pot, and then I transfer to this bottles, waste bottles. So these waste bottles. Okay. And this is that call it candle flower. Candle flower. This is called Rosali, I think Gangura. Yeah. And this is Jatropha. This is drumstick, smaller baby smaller of ones, the baby ones. Yes. ഇത് കാണുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സംഭവം, അദ്ദേഹം ഈ ഗാർഡനിങ് പ്ലാന്റിങ് എന്ന് പറയുന്നത് വെരി മിനിമൽ കോസ്റ്റിൽ, അതായത് മിനിമം ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്ക് ഇവിടെ ജീവിക്കുന്നവർക്കറിയാം, നമ്മൾ അപ്പാർട്ട്മെന്റ്സിലാണ് മിക്കവരും താമസിക്കുന്നത്. നമുക്കുള്ള ആ ബാൽക്കണീസ് വെച്ച് ഇത്രയും സ്പേസേ ഉള്ളൂ. നമ്മൾ തുണി ഉണക്കാനായിട്ടും ബാക്കി സാധനങ്ങളൊക്കെ വെക്കുമ്പോഴത്തേനും വി ഹാവ് കുറച്ച് ലെഫ്റ്റ് ഓവർ സ്പേസ്. അതിൽ നമ്മൾ എങ്ങനെ ഗാർഡനിങ് ചെയ്യും? പക്ഷേ ഇദ്ദേഹം തന്നിട്ടുള്ള എക്സാമ്പിൾസിൽ
we can do gardening for free. ഇപ്പൊ തന്നെ കുറെ എക്സാമ്പിൾസ് കണ്ടു. യോഗട്ട് തൈരിന്റെ ഡബ്ബയ്ക്കകത്തും പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലിന്റെ ഡബ്ബയ്ക്കകത്തുമാണ്. അതാണ് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നത്. ദാറ്റ് ദിസ് ഈസ് സസ്റ്റൈനബിൾ, അതായത് നമുക്കിത് ചെയ്യാൻ പറ്റും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട്. ഓക്കെ, സോ ബാക്കി നമ്മുടെ This is Thai basil. This is actually mosquito repellent tree. If you plant into your house, Oh. mosquito will not come, snake will not come. Oh, is It's it? very Okay. It's a natural freshener actually. If you smell, then it's natural freshener. You can keep in your car also. This is jungle jalebi. This is gaaf. This is the national tree of UAE. actually. യെസ്, ഇതാണ് ഗാഫ്. നമ്മുടെ കഴിഞ്ഞ It വർഷം can grow in a pot also. That's true. കഴിഞ്ഞ വർഷം ഇയർ ഓഫ് ടോളറൻസിന്റെ ഭാഗമായിട്ട് ഗാഫ് ട്രീ അവര് പ്രഖ്യാപിച്ചിരുന്നു. ഗാഫ് ട്രീന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ദ മോസ്റ്റ് മിനിമം റിസോഴ്സസ്, അതായത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഈ ഒരു ഡെസേർട്ട് ഈ റീജിയനിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വളരുന്ന ഒരു ട്രീ ആണ് ഗാഫ് ട്രീ. ആൻഡ് ഇവർ അറബ്സ് വിശ്വസിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗാഫ് ട്രീ, ഒരു ക്യാമൽ, ഒരു ഗോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഡെസേർട്ടിലും ഒരു റിസോഴ്സും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. These are beds actually. The beds we try different seeds so that you have in one place. I see. Okay. This is neem. This is This is that gulmohar, you know, that the red flowering tree, and this is what is this one, sir? This is Thai basil actually. This is also Thai basil That's two the different. beginning. One is a red color, one is a white color actually, different Oh. color, but same smell, same variety. Nice. This is the mass tree. This is again in the pot actually. That much big tree you can have in the pot. Okay. In the pot. And these are the mass tree. The mass tree are good as a green belt. Okay. This is Kachinar, maybe Bogunia something name is there. Okay. And this is the cotton. ഇതാണ് You can see the cotton. Yeah. Yeah. You can ആദ്യമായിട്ട് take out the അങ്ങനെ cotton. Yeah. മിഡിൽ ഈസ്റ്റിൽ how you just take it from here Yeah, like yeah. this? And you can remove the seed. The dalda ghee or vegetable oil is made from the seed, and Oh. the remaining is used for the cloth. Oh, All nice. the cloths are made from this. And the seed you can just grow the seed. You can put it in the soil. It will Wow. start growing. Wow. This has too much oil actually inside. Oh, is it? Yeah, yeah. Brilliant. So, and this gives very nice flowers also, and pods. These are the pods. Okay. And even you might have seen in a lot of souvenir these shops, they Chinese they color this yeah, and they correct, keep correct. as a packet actually. Yes, So, yes. That's also from the cotton Yeah, plant. yeah, huh? obviously. Wonderful. Wonderful. And this is Amal Tas. It's called golden shower. All when flower, then all it is like an umbrella. And this is oleander. Yeah. This is Parkinsonia. This is Pilkhan, people. And anything actually like this is again cotton. Okay. This is that sea bush. And there is one more. This is Imli. This is acacia. There is a Imli well. Yeah, Imli was here, I think. Somewhere here? Yeah, here. This one. This is Imli. This that's is tamarind. ഇത്രയും ചെടികൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഒന്ന് കാണാൻ വന്നു കഴിഞ്ഞാൽ ഇഫ് യു ടെൽ, അതായത് എനിക്ക് ഇങ്ങനെ ആവശ്യമുണ്ട്, എനിക്ക് വീട്ടിലിങ്ങനെ പ്ലാന്റിങ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതിനുള്ള ബഡ്ജറ്റ് ഒന്നുമില്ല. അദ്ദേഹം ഫ്രീ ആയിട്ട് ഇതുവരേക്കും ഏകദേശം ഒരു 6000 ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അദ്ദേഹം ക്ലാസ്സസും വർക്ക്ഷോപ്സും ചെടികളും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 മിക്സ് ഉണ്ട്, അതായത് വളം. It's called Bish Bran and Bish Mix. Bish Mix, actually, you know the method of making composting. Bish Bran, I just give the compost starter, you know. Like in the market, it is available Bokashi Bran. Bokashi Bran is costing 80 dirham per kg. But I know how it is made. I make from the leaves, and I just named Bish Bran, and I give free of cost. One packet I give free of cost to each participant who comes to my workshop. Very nice. Because this is made from the lactobacillus bacteria, which I culture from the atmosphere using the rice water. It's very simple. You can capture those bacteria, you can culture, you can multiply after adding the milk and after adding the sugar. Okay. They multiply very fast. And then you make this Bokashi Bran. I call it Bish Bran because I use the dry leaves. I don't spend money other than buying this milk. All other things are all free actually. And lot of people come and give you all of these dabbas, right? Yeah. Because they Actually, know yeah. that They you know are that this so will be. passionate about it. I told them if you give me one dabba, one bottle, it means you are gifting one plant to someone. Because one day that will have the plant and it will be gifted to someone. Yeah. So and this is oregano, herb also. Oregano. I grow vegetables, herbs, crops or trees, anything actually. Whatever I come to know, if I go to my friend's house,
I see some seeds in the tree. I just borrow. And cutting also. Lot of people don't know that maximum 90% of the tree can grow by the cutting. You is don't it? need to buy the seeds. Whenever you find a nice tree with your friend, you just ask, give one cutting. If you just cut this cutting, This is enough. Yeah, enough. This is enough. You cut it and you make the tapered. Put some root hormone, like I use aloe vera, Aloe vera. natural, Okay. and remove the leaves and put into the soil. That's So it. after 2 weeks, 3 months, this will start growing. Wow. Maximum this also I grown by the cutting. You see this I put the cutting. Ah, This also by cutting. All the people I grow by the cutting. Jatrupa all by grown by cutting. This by cutting. So maximum tree you can grow by cutting actually. അതായത് അദ്ദേഹം പഠിപ്പിച്ചു തരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ഇൻവെസ്റ്റ്മെന്റ്, ഒരു ദറംസ് ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ ബാൽക്കണിയിൽ പ്ലാന്റ്സ് വളർത്താൻ ഇഷ്ടമുള്ളവര് ശരിക്കും പഠിപ്പിച്ചു തരും. അദ്ദേഹം you can just come to him, right? So if we I have a Facebook page called Green Gaff Gardening Group. You can join. You can join my WhatsApp group also. It's called Green Earth Group. Okay. And I don't buy any potting soil. Okay. If I buy potting soil for my 8,000 plants, I will become bankrupt. So what I do, I use dune sand, which is freely available along the road. Dune sand? And I mix my compost, which I make here. That's it. I don't That's need. it. I don't use any fertilizer. I use my own compost. I don't use any pesticide. So it is nothing. No, it's costing nothing. It's That's just it. nothing. Yeah. That is it. ഇതാണ് അദ്ദേഹമാണ് എക്സാമ്പിൾ. സോ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഓഫ് ഒരു മിനിമം ഒരു 20 പീപ്പിളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അദ്ദേഹം വന്ന് നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് എടുത്തു തരണമെങ്കിൽ ഹി ഈസ് മോർ ദാൻ ഹാപ്പി ടു കം ആൻഡ് ഹെൽപ്പ് യു ഗൈസ്. സോ താങ്ക് യു സോ മച്ച് സർ. താങ്ക്സ് എ ലോട്ട്. ഇറ്റ് ബീൻ സച്ച് എ പ്ലഷർ. ഞാൻ പറയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത്, ഞാൻ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ തന്നെ, ബിക്കോസ് അപ്പുറത്തും ഇപ്പുറത്തും മുഴുവൻ മരുഭൂമിയാണ്, അത് കഴിഞ്ഞ് പിന്നെ ഡ്രൈവിംഗ് ആൻഡ് എൻട്രിങ് ദിസ് പ്ലേസ് ഭയങ്കര പോസിറ്റീവ് വൈബാണ്. സോ ഐ തിങ്ക് യു ഗൈസ് മസ്റ്റ് കം ആൻഡ് മീറ്റ് ഹിം.